വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഹൽവ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. വളരെ വ്യത്യസ്തവും വളരെ രുചികരവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സൂപ്പർ ഹൽവയുടെ റെസിപ്പി. ഈ ഹൽവ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വലിയ സൈസ് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഞാനിത് 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. വെള്ളം കൂടി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിക്കുന്നത്. ഞാൻ 1 കപ്പ് ശർക്കരയിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിശ്രിതം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം എടുക്കും ഇത് നന്നായിട്ട് മിക്സായി വരാനായിട്ട്. കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്തൊക്കെ തീ വളരെ ലോയിലായിരിക്കുകയും വേണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തീ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കണം. നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 3/4 കപ്പോളം നെയ്യാണ് എടുത്തിട്ടുള്ളത്. പശുവിൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ കുറച്ച് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയോ കട്ട കുത്തുകയൊക്കെ ചെയ്യും. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ റിബൺ കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ടില്ല. റിബൺ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഹൽവയുടെ കറക്റ്റ് ഒരു പരുവം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കണം. നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് റിബൺ കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഞാൻ ഏലക്കയിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ടൈറ്റായിട്ടുള്ള രീതിയിലല്ല ഞാൻ ഹൽവ ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഇനി ബാക്കിയുള്ള നെയ്യ്, എക്സസായിട്ട് വരുന്ന നെയ്യ് ഞാൻ ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരാളും പറയില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം.